ഹലോ, പെരിന്തൽമണ്ണ നെക്സ്റ്റ് ഓപ്പൺ ആയെന്ന് പറഞ്ഞത് മുതൽ എനിക്ക് പോകാൻ ആഗ്രഹം തോന്നിയതാട്ടോ. സംഭവം എന്താ അവിടെ പത്ര പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ ഹൈപ്പർ മാർക്കറ്റുകൾ പോലെ അങ്ങനെ കണ്ട് ഷോപ്പിംഗ് മാള് ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ഉമ്മയും വാപ്പയും ഒക്കെ പോയപ്പോൾ എൻ്റെ പല്ല് പറിച്ചിട്ട് എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. അന്ന് എനിക്ക് നല്ല വേദനയായിരുന്നു, പോകാനും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയപ്പോൾ ഞാൻ കാക്കുനെയും കൂട്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പാവല്ലേ കരുതി മോളൂനെയും ഒപ്പം കൂട്ടിക്കണം. നമ്മൾ ആദ്യം തന്നെ പോയത് മോൾക്കാട്ടോ, ഫാഷൻ സെഷനിലോട്ടാണ്. ജസ്റ്റ് ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ, വെറുതെ പോവുക, കാണുക, ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങുക, അങ്ങനെ വിചാരിച്ച് പോയതാണ്. നല്ല ഡ്രസ്സ് കണ്ടാൽ നൈഷൂന് എടുക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നല്ലതൊന്നും കണ്ടില്ല. പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ നിന്ന് നോക്കിയതും ഇല്ല കേട്ടോ. പിന്നെ എന്താ, കുട്ടികളെ വെക്കേഷനായിട്ട് എങ്ങോട്ടും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോരോ തിരക്കിലൊക്കെ ആയിട്ട്. വിഷമോൾ എപ്പോഴും പറയും എങ്ങോട്ടും പോകണില്ല എന്നുള്ളത്. നമ്മളെപ്പോഴും പോകുന്നുണ്ട്, ജസ്റ്റ് മണ്ണാർക്കാട് അങ്ങനെ ഇറങ്ങി പോരും എന്നല്ലാതെ വെക്കേഷനാണ് നമുക്കൊരു ട്രിപ്പ് പോവാം 6 നിലക്കുള്ള പോക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ പരാതി നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതും ഒരു കണക്കിൽ ട്രിപ്പല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പറയണത് ഇനി നമുക്ക് റിസോർട്ടിലേക്ക് പോകണം എന്നൊക്കെ ഒരു പ്ലാനിടുന്നുണ്ട് കുട്ടികൾ തമ്മിൽ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒറ്റ കണ്ണിൽ പൊടിയിടാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോയി വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പക്ഷെ എങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഞാൻ പറയും വെറുതെ എന്തെങ്കിലും അതും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഞാൻ പിന്നെ എങ്ങോട്ടും കൊണ്ടുപോകില്ല, ഇതോടെ പൂക്കൊക്കെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വാൺ ചെയ്തിട്ടാട്ടോ കൊണ്ടുപോവുക. അതുകൊണ്ട് ഒരങ്ങനെ പ്രത്യേകിച്ച് വാശികളൊന്നും ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും കളറോ അവരുടെ ആവശ്യങ്ങൾ അതൊക്കെയാണ്, കളർ ബുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറുത് ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാനിന്നൊരു ബാഗ് നോക്കിയിട്ടോ, അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് റേറ്റ് നോക്കിയപ്പോൾ എനിക്ക് കൈ പൊള്ളണ പോലെ തന്നെ വേഗം ഓടിക്കൊണ്ടേ അവിടെ തന്നെ വെച്ചിട്ടോ, ഭയങ്കര റേറ്റ്. പിന്നെ നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ കുറേ സാധനങ്ങൾ എനിക്ക് മോള് പറയാറുണ്ടല്ലോ, എല്ലാവരും പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ എനിക്ക്. പക്ഷെ എനിക്ക് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷം. അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കി അവിടെ വെച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. പക്ഷെ ഇപ്പോൾ എന്തോ ഓൺലൈനിൽ നമ്മൾ കണ്ടിട്ട് എന്താണെന്നറിയില്ല, ഒരു പാത്രം കാണുമ്പോൾ ഒരു പുതുമയോ അങ്ങനെയൊന്നും തോന്നണില്ല കേട്ടോ. ആ ഒരു വെറൈറ്റി പാത്രം അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ കാക്കു ഫ്രൂട്ട്സ് ഇട്ടുന്ന ഒരു കൊട്ട കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് കണകുണ സാധനങ്ങൾ. പിന്നെ അവിടെ സ്വീറ്റ്സിൽ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബേബിയുടെ അവിടുത്തെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിനെയും ഓലെ റിലേറ്റീവ്സാണ്, ബേബിയുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നതും, അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബിക്ക് ഭയങ്കര സന്തോഷം ഇട്ടോളെ കണ്ടപ്പോൾ. അപ്പോൾ അവരൊക്കെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ പോയി. പിന്നെ എന്താ, അവിടുന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ സെർവ് ചെയ്ത് കഴിക്കണതൊക്കെ ഇടങ്ങാറ്. നേരെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന സുഖമാണ്, ഓർഡർ ചെയ്തപ്പോഴൊക്കെ മുമ്പിൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ മാറ്റി അവിടുന്ന് കുറച്ച് കേക്കും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് നേരെ മസാലയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ പോയാൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് മസാല തന്നെയാണ്. പെരുന്നാൾക്ക് പോയപ്പോൾ മസാലയുടെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ റിനോവേഷൻ്റെ വർക്കായിട്ട് ആകെ മെസ്സി ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫുഡും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു സൂപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും സെലിയാണെങ്കിലും മോളും ആണെങ്കിലും ഞങ്ങൾ എന്ന് പോയാലും ഒന്നുകിൽ ചിക്കൻ നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അൽഫാം, ഷവായ ഇതിലേതെങ്കിലുമൊക്കെ തന്നെ ആവും. അപ്പോൾ ഇപ്രാവശ്യം മെനു ഒന്നും മാറ്റിയിട്ടില്ല, അതന്നെ പോട്ടെ. അങ്ങനെ കാക്കു എപ്പോഴും ബട്ടർ നാനും വാങ്ങിക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് ഇപ്രാവശ്യം നല്ല വെയിറ്റിംഗ് വന്നു കേട്ടോ. എന്നും മസാലയിൽ പോയാൽ വെയിറ്റിംഗ് ഉണ്ടാവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം വെയിറ്റിംഗ് വന്നു എന്നൊരു സംശയം. പിന്നെ ഇലൂനെയും കൊണ്ടൊക്കെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല പാടാണല്ലോ. അപ്പോൾ മോളിന് നല്ല ഇടങ്ങാറുണ്ടാകുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാണെങ്കിൽ ആരടുത്തേക്കും വരില്ല. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞില്ലോ നമ്മൾ വീട്ടിൽ കൂടെയൊക്കെ നടക്കണ പോലെ അങ്ങനെ നടക്കുകയാണ്. ഒരു ഫുഡ് കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഇടയിൽ കൂടി തട്ടി തടഞ്ഞും കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുകയാണ് അത്ര നേരം. പിന്നെ അങ്ങനെ മടിയിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടുക്കി പിടിച്ച കാരണം കുറച്ച് നേരം വിടുകയും ചെയ്തു. ഇനി കാറ് കയറിയാലും ഇരുത്തല്ലേ, അപ്പോൾ അവൾക്കൊരു വാശിയാവും. അപ്പോൾ ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അവളെ മോണിറ്റർ ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഐറൂട്ട്സിക്ക് വന്നു. പിന്നെ കാക്കു അവിടുന്ന് ഞങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ തിരിച്ച് പോകുമ്പോൾ കാക്കുവിന് ഐറൂട്ട്സിലിൻ്റെ അവിടെ ഇറക്കണം, എന്നിട്ട് മണ്ണലടിക്ക് പോകണം. ഞാൻ അപ്പോൾ മണ്ണലടിയിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിയോടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ കൊച്ചിയോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നൈഷുവിന് ഭയങ്കര ഇടങ്ങാറുണ്ട് കേട്ടോ. കാക്കു ഇറങ്ങിയപ്പോൾ കാക്കു പോകണ്ട അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ കാട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അടിപൊളി ദിവസം